ഹലോ, അപ്പം ഞാൻ ഒരു അടാർ ഐറ്റം ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ഹൽവ പോലെ ഉണ്ടെങ്കിലും ഇത് ഹൽവ അല്ല ഗൈസ്. ഇതൊരു സംഭവമാണ് ഗൈസ്. അതെന്താ വെച്ചാൽ ഞാൻ നമ്മളെ ജാസി ആഷിൻ്റെ ബ്ലോഗിൽ കണ്ടതാണ്. നമ്മളെ നേന്ത്രപ്പഴം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നേന്ത്രപ്പഴം വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി കഴിക്കുന്നത്. അപ്പം അതുപോലെ ചെയ്തെടുത്തതാണ്. ബട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി മോഡിഫൈ ചെയ്തെടുത്തു. ബട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഇല്ലെങ്കിൽ ആ കാണുമ്പോൾ തന്നെ വെള്ളത്തിൽ പയം പുഴുങ്ങിയാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നല്ല വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. ബട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ റെസിപ്പി പ്ലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇടേണ്ട, റെസിപ്പി ഞാൻ ഇട്ടുതരാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മുടെ ജാസി ചെയ്തത് വെള്ളത്തിൽ പയം ചൂടിയോടെ ഇട്ടിട്ട് അതിൻ്റെ തോലോടെ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ബട്ട് ഞാൻ ചെയ്തത് അങ്ങനെയല്ല. നമ്മുടെ തോലൊക്കെ കളഞ്ഞ് ബനാന കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് പിന്നെ അതിലേക്ക് ഇച്ചിരി നെയ്യൊക്കെ കൂട്ടി തേങ്ങ മുട്ടയൊക്കെ ഇട്ട് ഞാനതിൻ്റെ പറയത്തില്ല, അതൊരു എന്താ പറയുക, അത് എൻ്റെ റെസിപ്പിയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം എൻ്റെ സ്ഥിരം സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്, നമ്മൾ ചായ കുടിക്കാനിരിക്കുന്ന സ്ഥലം. അപ്പം ചായ കുടിക്കുമ്പോൾക്ക് ഞാൻ ചായക്ക് കൂട്ടാനായിട്ട് പിന്നെ മക്കളെ സുന്നത്താക്കിയിട്ടുള്ളതല്ല, അപ്പം അതുകൊണ്ട് ഇവർക്കും കൊടുക്കാനായിട്ട് ഇച്ചിരി മുട്ടയൊക്കെ അധികം ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല അല്ലേ. അപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ പെല്ലൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ബട്ട് ലാസ്റ്റ് ഇതുവരെ എത്തുമ്പോഴൊക്കെ തിന്നാൻ പറ്റുന്നുള്ള ഗൈസ്. എനിക്ക് പയം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഗൈസ്. ബട്ട് എന്നെ കൊണ്ട് തിന്നാൻ പറ്റുന്നല്ല, കാരണം ഭയങ്കര മധുരമാണ്. വെള്ളം ഇട്ടതുകൊണ്ട് ഇതിൻ്റെ മധുരമുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നമ്മളെ പയം പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ പയം നെയ്യിലിട്ടൊക്കെ തിന്നിട്ട് ഇഷ്ടമുണ്ടാവർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് അത് തിന്നുമ്പോഴേക്കും ലാസ്റ്റ് നമുക്ക് ഓക്കാനവർക്ക് എന്തെന്നറിയില്ല, കുറേയൊന്നും തിന്നാൻ പറ്റില്ല, കുറച്ചേ തിന്നാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഗൈസ് ഇതും. വെരി ടേസ്റ്റി. അപ്പം റെസിപ്പി വേണമെങ്കിൽ പറയാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ചേട്ടാ, ബൈ ബൈ, സീ യു.